സ്റ്റുഡൻസ് എല്ലാവരും തന്നെ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്ന് പ്രത്യേകിച്ച് നീറ്റ് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്ത് അതൊക്കെ ഒന്ന് കണ്ട് അതിന്റെ ഒരു റഷിലാന്ന് നല്ലോണം അറിയാം. സോ നീറ്റിന്റെ കട്ട് ഓഫ് സ്കോറിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡൗട്ട് ഉള്ളവർ ആ ഒരു വീഡിയോ കാണുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പൊ അതേ കണക്ക് നമ്മൾ ഇന്ന് നെക്സ്റ്റ് നോക്കുന്നത് ഓൾ ഇന്ത്യ കോട്ടയുടെ റാങ്ക് വൈസ് ഡീറ്റെയിൽസ് ആണ്. പല സ്റ്റുഡൻസിൽ നിന്നും പല തരത്തിലുള്ള കോഴ്സ് ആണ് നമുക്കിപ്പം വരുന്നത്. ഓൾ ഇന്ത്യ കോട്ട റാങ്ക് എനിക്ക് എത്ര ആയിരിക്കും, എനിക്ക് ഇത്ര പെർസെന്റേജ് സ്കോർ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയാണ് എന്റെ മാർക്ക് എന്ന് പറയുന്നത്, എനിക്ക് എത്ര കിട്ടും ഓൾ ഇന്ത്യ കോട്ടയിൽ റാങ്ക് എത്ര ആയിരിക്കും വരുന്നത്. അപ്പം പല 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 തരത്തിലുള്ള ഡൗട്ട്സ് ആണ് വരുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു അനലൈസേഷൻ വെച്ചിട്ട് 2024 അക്കാഡമിക് ഇയറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അനലൈസേഷൻ വെച്ചിട്ട് മാത്രം നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയുടെ പ്രഡിക്ഷൻ റാങ്ക് വൈസ് ലിസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും ഒന്ന് റിലാക്സ് ആയിട്ട് ഈ ഒരു റാങ്ക് ആയിരിക്കും എനിക്ക് കിട്ടുക എന്നുള്ള ഉറപ്പിക്കാനുള്ള ഒരു ടൈമും കൂടെ ആയിരിക്കും ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ലഭിക്കുക. സോ 2024 റാങ്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 25,050 OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 25,079 ആണ് ലാസ്റ്റ് നമുക്ക് എന്താ അഡ്മിഷൻ ഗവൺമെന്റ് കോട്ടയിൽ ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മാർക്ക് വരുന്നത് 652 ആണ് നമ്മുടെ സ്കോർ വരിക. അപ്പം ഈ ഒരു സ്കോറിനകത്താണ് നമ്മൾ ഈ ഒരു റാങ്ക് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. സോ ഈ ഒരു റാങ്കിലായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്കിൽ ഇത്തവണ നമുക്ക് നേരത്തെ എല്ലാവരും പറഞ്ഞ് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് 2025 വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം ഇയർ തന്നെയായിരുന്നു നീറ്റിന്റെ. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് സ്കോറിനകത്തൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് 2025 ഒരു പ്രഡിക്ഷൻ ബേസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന കുറേ ചാൻസസ് ഉണ്ട്. അതായത് ഓൾ ഇന്ത്യ കോട്ട വൈസ് റാങ്ക് തന്നെ പല തരത്തിൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. 2024 കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ഇയർ തന്നെയായിരുന്നു, എക്സാമിനേഷൻ ഇയർ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സോ അത് മാത്രമല്ല നെക്സ്റ്റ് ഒരു കാര്യം നമുക്ക് ആഡ് ഓൺ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2024 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2025 10% വർധനയാണ് ഗവൺമെന്റ് കോളേജുകളിൽ സീറ്റിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നമ്പർ ഓഫ് സീറ്റ്സ് നമുക്ക് കയറിയിട്ടുണ്ടോണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ അഡ്മിഷൻസ് നമുക്ക് പോസിബിൾ ആകും എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നമ്മൾ ഇത്രയും കണ്ട ഒരു അനലൈസേഷൻ മെത്തേഡ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 നമുക്ക് ജനറൽ കാറ്റഗറിക്ക് വരുന്ന ഓൾ ഇന്ത്യ കോട്ട റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 27,000 വരെ റാങ്ക് ഉള്ളവർക്കായിരിക്കും നമുക്ക് ഇത്തവണ MBBS സീറ്റ് ഉറപ്പിക്കാനായിട്ട് സാധിക്കുക. നമുക്ക് അതിന്റെ മാർക്കൊക്കെ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 576 ആയിരിക്കും അതിന്റെ മാർക്കൊക്കെ വരുന്നത്. സോ ഏകദേശം നമുക്ക് ആ ഒരു റേഞ്ചിനടുത്ത് നിൽക്കുന്നവർക്കും അതിന്റെ ആ ഒരു ഏരിയയുടെ ഏകദേശം ഒരു ഓൾ ഇന്ത്യ കോട്ട റാങ്ക് വൈസ് അടുത്ത് നിൽക്കുന്നവർക്കും ഒക്കെ നല്ല ചാൻസ് ഉള്ള ഒരു ഇയർ തന്നെയാണ് 2025 എന്ന് പറയുന്നത്. OBC തലത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ OBC കാറ്റഗറിയിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OBCയിൽ നമുക്ക് ഏകദേശം ഒരു 29,000 ആണ് നമുക്ക് പ്രഡിക്ഷൻ ആയിട്ട് റാങ്ക് പറയാനായിട്ട് സാധിക്കുന്നത്. 29,000 റാങ്കിനകത്ത് നമുക്ക് വരുന്ന ഒരു സ്കോർ എന്ന് പറയുന്നത് 523 ഒക്കെയാണ്. അപ്പൊ ഈ ഒരു സ്കോർ ബേസിസിലായിരിക്കും നമുക്ക് ഓൾ ഇന്ത്യ തലത്തിലുള്ള സീറ്റുകളിൽ നമുക്ക് അഡ്മിഷൻസ് MBBS അഡ്മിഷൻസ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു റേഞ്ചിനോട് നെക്സ്റ്റ് അല്ലെങ്കിൽ നിയർ ആയിട്ട് നിൽക്കുന്നവർക്കും വളരെ ചാൻസ് കൂടിയ ഒരു വർഷം തന്നെയാണ് 2025 എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ ആവേണ്ടതും അതുപോലെ നല്ല രീതിയിൽ എന്താ എഫോർട്ട് എടുത്ത് ഇങ്ങനെ എനിക്ക് കിട്ടുമോ കിട്ടത്തില്ല അങ്ങനെയുള്ള ടെൻഷനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം ഏകദേശം ഒരു പ്രഡിക്ഷൻ ബേസിസിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു റാങ്കും അതുപോലെ ഓൾ ഇന്ത്യ കോട്ട വൈസ് റാങ്കും അതുപോലെ തന്നെ ഒരു ജസ്റ്റ് മിനിമം നിൽക്കുന്ന ഒരു സ്കോറുമാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. സോ ഇതുപോലെ നമുക്ക് അപ്കമിങ് ആയിട്ട് നീറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് അപ്കമിങ് ഏതൊരു അഡ്മിഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അഡ്മിഷൻ ബേസിസിൽ നമുക്ക് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ESAയുടെ യൂട്യൂബ് ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തു. സോ നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.